നമസ്കാരം എല്ലാ കുട്ടികൾക്കും. വിജയമോൾ സാറാണ്. നമ്മളിനി അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ സുവോളജിയുടെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ടച്ച് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യമേ നമുക്ക് മനസ്സിലാക്കാം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനുമാണ് വിശദമായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അതിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സിന് സിമിലറായിട്ടുള്ള യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിക്ക് പറഞ്ഞ പേരാണ്, കഴിവിന് പറഞ്ഞ പേരാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഗമറ്റോജെനിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് കിടപ്പുണ്ട്. ഗമറ്റോജെനിസിസ് കണ്ടോ? അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ നിന്ന് ഗമേറ്റുകൾ ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ഗമേറ്റ്സ് ഇൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഈസ് നോൺ ആസ് ഗമറ്റോജെനിസിസ്. നമുക്കറിയാം റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ നിന്ന് ഗമേറ്റുകൾ ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ഗമറ്റോജെനിസിസ് പറയും. അപ്പോൾ ഈ ഗമറ്റോജെനിസിസിനെ നമുക്കറിയാം മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുമ്പോൾ ടെസ്റ്റിസ് ആണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓവറിയാണ്. അപ്പോൾ ഈ ടെസ്റ്റസിനകത്തു നിന്നാണ് മെയിൽ ഗമേറ്റ് ആയിട്ടുള്ള സ്പെംസ് അഥവാ സ്പെർമാറ്റോസോവൻസ് ഫോം ചെയ്യുന്നത്. അതുപോലെ ഓവറിൽ നിന്നാണ് ഫീമെയിൽ ഗമേറ്റ് ആയിട്ടുള്ള ഓവം അഥവാ എഗ്ഗ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഗമറ്റോജെനിസിസിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഏതൊക്കെയാ? വൺ ഈസ് സ്പെർമാറ്റോജെനിസിസ് എന്നും ഊജെനിസിസ് എന്നിങ്ങനെ ഇതിനെ രണ്ടായിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഗമറ്റോജെനിസിസിനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് സ്പെർമാറ്റോജെനിസിസ്, രണ്ട് ഊജെനിസിസ്. അതിൽ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ മെയിൽ ഗമേറ്റ് ആയിട്ടുള്ള സ്പെംസ് ടെസ്റ്റിസിൽ നിന്ന് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമാറ്റോജെനിസിസ് പറയുന്നത്. ഇപ്പോൾ ഈ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് 3 സ്റ്റെപ്പുകളിലായിട്ടാണ് ഈ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിലൊന്നാമത്തേന് സ്പെർമാറ്റോസൈറ്റോജെനിസിസ് എന്നും. അപ്പോൾ ഈ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് 3 സ്റ്റെപ്പുകളിലായിട്ടാണ്. ഒന്ന് സ്പെർമാറ്റോസൈറ്റോജെനിസിസ്, 2 മിയോസിസ്, 3 സ്പെർമിയോജെനിസിസ്. ഓക്കെ, അതിൽ സ്പെർമാറ്റോസൈറ്റോജെനിസിന് തന്നെ വീണ്ടും 2 സ്റ്റേജുകളുണ്ട്. ഏതൊക്കെ? മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഗ്രോത്ത് ഫേസ്. ഓക്കെ, അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്പെർമാറ്റോജെനിസിസ്. അപ്പോൾ ഇത് ഷോർട്ടസ്സേ പോലാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു കാരണവശാലും നോക്കാതിരിക്കരുത്. സ്പെർമാറ്റോജെനിസിസ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഊജെനിസിസും. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അത് ഷോർട്ടസ്സേ പോലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇത് മാത്രം ഷോർട്ടസ്സേ പോലെ നമ്മളങ്ങ് പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇപ്പോൾ സ്പെർമാറ്റോജെനിസിസ് അത് 3 സ്റ്റെപ്പിലായിട്ടാണ് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒന്ന് സ്പെർമാറ്റോസൈറ്റോജെനിസിസ്, 2 മിയോസിസ്, 3 സ്പെർമിയോജെനിസിസ് അല്ലേ? അതിൽ സ്പെർമാറ്റോസൈറ്റോജെനിസിന് തന്നെ 2 സ്റ്റേജുകളുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഗ്രോത്ത് ഫേസ്. അപ്പോൾ ടെസ്റ്റസിനകത്ത് കാണപ്പെടുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇന്നർ വാൾസിലുള്ള ജെർമിനൽ എപ്പിത്തീലിയൽ സെൽസ് കണ്ടിന്യൂസ് ആയിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് അത് ഡിവൈഡ് ചെയ്ത് 4 സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്ന സെല്ലുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ആ 4 എണ്ണത്തിൽ ഒരെണ്ണം മാത്രം എൻലാർജ് ചെയ്തൊരു ലാർജ് സൈസിൽ ഡിപ്ലോയ്ഡ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റായിട്ട് മാറും. ഓക്കെ, എന്നിട്ട് ആ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമായിട്ട് അത് ഡിവൈഡ് ചെയ്ത് 4 ഹാപ്ലോയിഡ് സെല്ലുകളായിട്ട് മാറും. അതിനെ സ്പെർമാറ്റിഡ്സ് എന്ന് പറയും. കണ്ടല്ലോ? അപ്പം ആ സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്ന പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് നടന്നിട്ട് അത് ഡിവൈഡ് ചെയ്ത് 4 ഹാപ്ലോയിഡ് സെല്ലുകളായിട്ട് മാറും. അതിനെയാണ് സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ സ്പെർമാറ്റിഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഓവൽ ഷേപ്പാണ്. ഓവൽ ഷേപ്പിലുള്ള സ്പെർമാറ്റിഡ്സ് ഓരോന്നും ട്രാൻസ്ഫോം ചെയ്ത് ഹെഡും ടെയിലോടും കൂടിയ ഫങ്ഷണൽ സ്പേമായിട്ട് മാറുന്ന പ്രോസസ്സാണ് സ്പെർമിയോജെനിസിസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ വീഡിയോസിനകത്ത് നോക്കിയിട്ട് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നന്നായിട്ട് അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് അത് ഷോർട്ടസ്സേ പോലെ എഴുതാൻ പരുവത്തി നമ്മൾ എന്ത് ചെയ്യണം? അത് പഠിക്കുക.
ഓക്കെ, അത് നിങ്ങൾക്ക് ഷോർട്ട് എസ്സേ പോലെയാണ് ചോദിക്കുന്നത്. അത് അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കുറേ ഡയഗ്രാം വരുന്നുണ്ട്, ഇങ്ങനെ വട്ടം ഇട്ട് കുറേ ഡയഗ്രാം. ആ ഡയഗ്രാം നമുക്ക് ക്വസ്റ്റ്യനകത്ത് തരും. എന്നിട്ട് ഇതിൻ്റെ വേരിയസ് സ്റ്റെപ്പുകൾ, ഈ ഒരു പ്രോസസ്സിൻ്റെ വേരിയസ് സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പം സ്പെർമാറ്റോസൈറ്റോജെനിസിസ് ഷോർട്ട് എസ്സേ പോലെ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഊജനിസിസ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഊജനിസിസ്. ഊജനിസിസ് എന്ന് പറഞ്ഞാൽ ഓവറിൽ നിന്ന് ഫീമെയിൽ ഗമേറ്റ് ആയിട്ടുള്ള എഗ് ഓവർ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഊജനിസിസ്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് 3 സ്റ്റെപ്പുകളായിട്ടാണ്. ഒന്ന് ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, 2 ഫേസ് ഓഫ് ഗ്രോത്ത്. അപ്പോൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുമ്പോൾ ഓവറിയാണ്. ഓവറിൽ നിന്ന് ഫീമെയിൽ ഗമേറ്റ് ആയിട്ടുള്ള എഗ് ഓവർ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഊജനിസിസ്. ഈ ഊജനിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് 3 സ്റ്റെപ്പുകളിലായിട്ടാണ്. ഒന്ന് ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, 2 ഫേസ് ഓഫ് ഗ്രോത്ത്, 3 ഫേസ് ഓഫ് മെച്ചുറേഷൻ. ഓക്കെ, അപ്പോൾ ഇതും നമ്മുടെ വീഡിയോസ് നോക്കി ഷോർട്ട് എസ്സേ പോലെ ഇത് മനസ്സിലാക്കി വെക്കണം. ഷോർട്ട് എസ്സേ പോലെ പഠിക്കണം. അതിൻ്റെ ഡയഗ്രാം മാത്രം ക്വസ്റ്റിനകത്ത് തന്നിട്ട് അതിൻ്റെ വേരിയസ് സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ടും സ്പെർമാറ്റോജെനിസിസും ഊജനിസിസും ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണമേ എക്സാമിന് ചോദിക്കത്തുള്ളൂ. അത് ഒരെണ്ണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി മെയിൽ ഗമേറ്റ് എന്ന് പറയുമ്പോൾ സ്പേംസ് അഥവാ സ്പെർമാറ്റോസോവൻസ്. അതുപോലെ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സംഭവമാണ് മെയിൽ സെക്സ് ഹോർമോൺ ഏതാണ്? ടെസ്റ്റോസ്റ്ററോൺ അഥവാ ആൻഡ്രോജനാണ്. അതുപോലെ ഫീമെയിൽ സെക്സ് ഹോർമോൺ ഏതൊക്കെയാണെന്ന് ഓർമ്മ വെക്കണം. അത് മെയിനായിട്ട് ഏതൊക്കെയാണ്? 1 ഈസ്ട്രോജൻ, 2 പ്രൊജസ്ട്രോൺ. ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ് നമുക്കറിയാമല്ലോ? ഫോളിക്കിൾ സെൽസിൽ നിന്നാണ്. ഫോളിക്കിൾ സെൽസിനെ FSH എന്ന് പറയുന്ന ഹോർമോൺ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഫോളിക്കിൾ സെൽസിൽ നിന്ന് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോളിക്കിൾ സെല്ലുകൾ എന്നിട്ട് ട്രാൻസ്ഫോം ചെയ്ത് എന്തായിട്ട് മാറും? സ്പെഷ്യൽ സ്ട്രക്ചറിലേക്ക് ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് പറഞ്ഞ പേരാണ് കോർപ്പസ് ലൂട്ടി എന്ന് പറയും. എന്നിട്ട് ഈ കോർപ്പസ് ലൂട്ടിയത്തെ LH വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് രണ്ടാമത്തെ ഫീമെയിൽ സെക്സ് ഹോർമോണായിട്ടുള്ള പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് രണ്ടും ഓർമ്മ വെച്ചോണം. അപ്പം ഫീമെയിൽ സെക്സ് ഹോർമോൺ 2 എണ്ണമാണ്, ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. ഈസ്ട്രോജൻ ഈസ് സെക്രീറ്റഡ് ഫ്രം ഫോളിക്കിൾ സെൽസ് ആണ്. അത് ഓവത്തിനെ സറൗണ്ട് ചെയ്ത് വരുന്ന സെല്ലുകളാണ്. ഓക്കെ, ഫോളിക്കിൾ സെല്ലുകൾ ട്രാൻസ്ഫോം ചെയ്തൊരു സ്പെഷ്യൽ സ്ട്രക്ചറിലേക്ക് മാറും. അതിന് പറഞ്ഞ പേരാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയും. കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നാണ് രണ്ടാമത്തെ ഫീമെയിൽ സെക്സ് ഹോർമോണായിട്ടുള്ള പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊജസ്ട്രോണിനെയാണ് നമ്മൾ പ്രഗ്നൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് അപ്പം ഊജനിസിസ്, സ്പെർമാറ്റോജെനിസിസ് ഇത് രണ്ടും ഷോർട്ട് എസ്സേ പോലെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കുന്നത്. അടുത്തത് എംബ്രിയോ ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമുക്കറിയാം. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഫീമെയിൽ ഗമേറ്റിന് നമ്മൾ പറഞ്ഞ പേരെന്താ? സൈഗോട്ട് എന്ന് പറയും. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറും. എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് ഒരു ഓർഗാനിസമായിട്ട് മാറുക ചെയ്യുന്നു. അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത ടോപ്പിക്കാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഫീമെയിൽ ഗമേറ്റിന് നമ്മൾ പറഞ്ഞ പേരെന്താ? ഫീമെയിൽ ഗമേറ്റ് എന്ന് പറയുമ്പം ഓവം അഥവാ എഗ്ഗാണ്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പറഞ്ഞ പേരെന്താ? സൈഗോട്ട് എന്ന് പറയും. സൈഗോട്ട് പിന്നെ എന്തായിട്ട് മാറും? ആദ്യം 2 സെൽഡ് ബ്ലാസ്റ്റോമിയർ, പിന്നെ 4 സെൽഡ് ബ്ലാസ്റ്റോമിയർ, പിന്നെ 8 സെൽഡ് ബ്ലാസ്റ്റോമിയർ, പിന്നെ 16 സെൽഡ് ബ്ലാസ്റ്റോമിയർ എന്ന് പറഞ്ഞ പേരെന്താ? മോറില്ല എന്ന് പറയും. മോറില്ല പിന്നെ ബ്ലാസ്റ്റുലയായിട്ട് മാറും. ബ്ലാസ്റ്റുല ഗ്യാസ്റ്റുലയായിട്ട് മാറും. ഗ്യാസ്റ്റുല എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ലെയറുകൾ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം, ഇന്നർ എൻഡോഡേം. എന്നിട്ട് ആ ഓരോ ലെയറിൽ നിന്ന് ഓർഗൻ സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ആ ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻ സിസ്റ്റങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഗ്യാസ്ട്രോയുടെ അവസാനം ഒരു കംപ്ലീറ്റ് ഓർഗാനിസമായിട്ട് മാറുക ചെയ്യുന്നത്. ഇത് എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. ഈ ഫ്ലോ ചാർട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കണം. ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുമ്പ് ഫീമെയിൽ ഗമേറ്റ് എഗ് ആവും. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ സൈഗോട്ട് ഇനി എന്താ സംഭവിക്കുന്നത്? അത് ആദ്യം 2 സെൽഡ് ബ്ലാസ്റ്റോമിയറായിട്ട് മാറും. പിന്നെ 4 സെൽഡ്, 8 സെൽഡ്, 16 സെൽഡ്, പിന്നെ ബ്ലാസ്റ്റുല, ഗ്യാസ്ട്ര, അവസാനം ഓർഗാനിസമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ എംബ്രിയോ ഗ്യാസ്റ്റുല സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടന്ന ഓവം ഗ്യാസ്റ്റുല സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ എംബ്രിയോ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്, ഈ എംബ്രിയോ ഡെവലപ്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് 4 സ്റ്റേജുകളിലായിട്ടാണ്. അതിലൊന്നാമത്തേനെ
ക്ലീവേജ്, ബ്ലാസ്റ്റുല, ഗ്യാസ്റ്റുല, ഓർഗാനോജനി. The basic development plan of embryo development is cleavage, blastula, gastrula, organogeny. അപ്പം എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് 4 ഫേസുകളായിട്ടാണ്, അല്ലെങ്കിൽ 4 സ്റ്റേജുകളായിട്ടാണ്. 4 വ്യത്യസ്ത സ്റ്റേജുകൾ കടന്നാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിൽ ഒന്നാമത്തത് ക്ലീവേജ്. ക്ലീവേജ് എന്ന് പറയുമ്പം ഈ സൈഗോട്ടിനകത്തിലെ ന്യൂക്ലിയസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ധാരാളം സെല്ലുകൾ അടങ്ങിയിരിക്കുന്ന സ്റ്റേജിലേക്ക് എത്തുന്നതാണ് ക്ലീവേജ്. പിന്നെ അതിനകത്ത് ആദ്യം ഒരു സിംഗിൾ ലെയർ, എൻഡോഡേം എന്ന് പറയുന്നൊരു സിംഗിൾ ലെയർ ഉടലെടുക്കും, അതാണ് ബ്ലാസ്റ്റുല. പിന്നെ വീണ്ടും 2 ലെയറോടെ വരും, എക്ടോഡേം, മീസോഡേം എന്ന് പറയുന്ന 2 ലെയറോടെ വരും. അത് അങ്ങനെ 3 ലെയറോട് കൂടിയ ഘടനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഗ്യാസ്റ്റുല എന്ന് പറയും. അപ്പം ബ്ലാസ്റ്റുലയായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബ്ലാസ്റ്റുലേഷൻ എന്ന് പറയും. അതുപോലെ ഗ്യാസ്റ്റുലയായിട്ട് മാറുന്ന പ്രോസസ്സാണ് ഗ്യാസ്റ്റുലേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം എംബ്രിയോ ഡെവലപ്മെൻറ്റ് 4 വ്യത്യസ്ത സ്റ്റേജുകൾ കടന്നാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. അതിലൊന്നാമത്തത് ക്ലീവേജ്, രണ്ടാമത്തത് ബ്ലാസ്റ്റുലേഷൻ, മൂന്നാമത്തത് ഗ്യാസ്റ്റുലേഷൻ, പിന്നെ ഓർഗാനോജനി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് മെൻസ്ട്രൽ സൈക്കിൾ. ഇതിൽ നിന്നും നമുക്ക് ഏതെങ്കിലും 1 വേർഡ് പോലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കയറി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്പെർമാറ്റോജനിസിസ്, ഊജനിസിസ്, എംബ്രിയോ ഡെവലപ്മെൻറ്റ് അത്രയും നോക്കുന്നത് കൂടാതെ പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഈ മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ പിന്നെ ആ എഗ്ഗ് ഏതാനും ദിവസം കഴിഞ്ഞിട്ട് അത് ബേസ്റ്റ് ചെയ്തിട്ട് അതെല്ലാം കൂടെ ഫ്ലൂയിഡ് രൂപത്തിൽ വെളിയിലോട്ട് വരുന്നതിനെയാണ് മന്തിൻ്റെ എൻഡായി കഴിയുമ്പോൾ അത് വെളിയിലോട്ട് വരുവാണ് ചെയ്യുന്നത്. അതിങ്ങനെ ഓരോ മാസവും ഈ ഒരു പ്രോസസ്സിങ്ങിനെ സൈക്ലിക് മാനറിൽ ഈ പ്രോസസ്സിങ്ങിനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ആ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന സൈക്ലിക് മാനറിലുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒരു മെൻസ്ട്രൽ സൈക്കിൾ ഇതിന് വേറെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഹ്യൂമൻ ഓവേറിയൻ സൈക്കിൾ, ഹ്യൂമൻ സെക്ഷൽ സൈക്കിൾ, ഹ്യൂമൻ റിപ്രൊഡക്റ്റീവ് സൈക്കിൾ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മെൻസ്ട്രൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 4 സ്റ്റെപ്പുകളിലായിട്ടാണ്. അതിലൊന്നാമത്തെയാണ് ഒരു മെൻസ്ട്രൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 4 സ്റ്റേജുകളിലായിട്ടാണ്. അതിലൊന്നാമത്തത് മെൻസ്ട്രൽ ഫേസ്, രണ്ടാമത്തത് ഫോളിക്കുലാർ ഫേസ്, മൂന്നാമത്തത് ഓവുലേറ്ററി ഫേസ്, നാലാമത്തത് ലൂട്ടിയൽ ഫേസ്. ഓക്കെ, അപ്പോൾ ഈ 4 സ്റ്റേജുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ FSHഉം LH എന്ന് പറയുന്ന ഈ 2 ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് സ്റ്റേജിലാണ്? ഫോളിക്കുലാർ സ്റ്റേജിലാണ്. കണ്ടോ? എന്നിട്ട് ഈ FSH വന്നിട്ട് ഓവത്തിനെ സറൗണ്ട് ചെയ്ത് വരുന്ന സെല്ലുകൾക്ക് പറഞ്ഞ പേരാണ് ഫോളിക്കിൾ സെൽസ് എന്ന് പറയും. ഈ ഫോളിക്കിൾ സെല്ലുകളെ FSH വന്നിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഫോളിക്കിൾ സെല്ലുകളിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത് ഈ ഫോളിക്കുലാർ ഫേസിലാണ്. അപ്പോൾ FSH LH പ്രൊഡ്യൂസ് ചെയ്യുകയും FSH വന്നിട്ട് ഫോളിക്കിൾ സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? ഫോളിക്കുലാർ ഫേസിലാണ്. ഓക്കെ, പിന്നെ ഫോളിക്കിൾ സെൽസിനകത്ത് ഇതുകൊണ്ട് ഓവം മെച്ചറായി കഴിയുമ്പോൾ ഈ ഫോളിക്കിൾ സെല്ലുകൾ റപ്ചർ ചെയ്യും. അപ്പം അതിനകത്തുനിന്ന് എഗ്ഗ് പുറത്തോട്ട് തള്ളും. അത് നേരെ ഓവറിൽ നിന്ന് പിന്നെ അത് ഓവിഡക്റ്റിലോട്ടാണ് പോരുന്നത്. ഓവിഡക്റ്റിലോട്ടാണ് റിലീസ് ചെയ്യുന്നത്. ഓവറിൽ നിന്ന് എഗ്ഗ് ഓവിഡക്റ്റിലോട്ട് റിലീസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ് ഓവുലേറ്ററി ഫേസ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിലാണ് ഈ ഫോളിക്കിൾ സെല്ലുകൾ ട്രാൻസ്ഫോം ചെയ്ത് കോർപ്പസ് ഒരു സ്പെഷ്യൽ സ്ട്രക്ചറിലേക്ക് ഇങ്ങനെ എത്തും. അതിനെയാണ് കോർപ്പസ് ലൂട്ടി എന്ന് പറയുന്നത്. എന്നിട്ട് അപ്പം ഫോളിക്കിൾ സെല്ലുകൾ ട്രാൻസ്ഫോം ചെയ്ത് കോർപ്പസ് ലൂട്ടിയായിട്ട് മാറാൻ സഹായിക്കുന്ന LH ആണ്. എന്നിട്ട് ഈ കോർപ്പസ് ലൂട്ടിയത്തെ LH സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് രണ്ടാമത്തെ ഫീമെയിൽ സെക്സ് ഹോർമോണായിട്ടുള്ള പ്രൊജസ്റ്ററോൺ, കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നാണ് പ്രൊജസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഫോളിക്കിൾ സെല്ലുകൾ ട്രാൻസ്ഫോം ചെയ്ത് കോർപ്പസ് ലൂട്ടിയായിട്ട് മാറുന്നത്, കോർപ്പസ് ലൂട്ടിയത്തെ LH സ്റ്റിമുലേറ്റ് ചെയ്ത് പ്രൊജസ്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നതെല്ലാം ഏത് സ്റ്റേജിലാണ്? ലൂട്ടിയൽ ഫേസിലാണ്. ആ സമയത്ത് ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറവായിരിക്കും. അപ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലുള്ള സ്റ്റേജാണ് ഏത്? ലൂട്ടിയൽ ഫേസ്. ഓക്കെ, അപ്പം ഈ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 1 വേർഡായിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാതെ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഇത് 4 സ്റ്റേജുകളിലായിട്ടാണ് ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ 4 സ്റ്റെപ്പുകൾ നമ്മുടെ വീഡിയോസിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അതെങ്ങനെയാണ് സംഭവം നടക്കുന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോസിനകത്ത് കിടപ്പുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം
ഇതും എന്ത് ചെയ്യണം, അതിനെ ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം മെൻസ്ട്രുവൽ സൈക്കിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പിന്നെ നോക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്ലാസൻറ്റ. ഓക്കെ, പ്ലാസൻറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂട്രസിൻ്റെയും ഫെർട്ടിലൈസേഷൻ നടന്ന എഗ്ഗ് യൂട്രസിൽ കിടന്ന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയ്ക്ക് പറഞ്ഞ പേരെന്താ, ഫീറ്റസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫീറ്റസിൻ്റെയും യൂട്രസിൻ്റെ ഇന്നർ വാൾസിൻ്റെ ഇടയ്ക്ക് ടെമ്പററി ആയിട്ടൊരു സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ഡെവലപ്പ് ചെയ്ത് വരും. അതിനെയാണ് നമ്മൾ പ്ലാസൻറ്റ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈസ് ദ ടെമ്പററി അസോസിയേഷൻ ബിറ്റ്വീൻ മാറ്റേണൽ ടിഷ്യൂ ആൻഡ് ഫീറ്റൽ ടിഷ്യൂ ആണ്. ഇത് പ്രഗ്നൻസി പീരീഡിലാണ് പ്ലാസൻറ്റ ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്ന എഗ്ഗ് യൂട്രസിൽ വന്ന് ഫിക്സ് ചെയ്തിട്ട് യൂട്രൻ്റെ വാളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ സമയത്താണ് ഈ ടെമ്പററി ആയിട്ട് പ്ലാസൻറ്റ എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സംഭവം, ഈ പ്ലാസൻറ്റയിൽ ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ നമുക്കറിയാം. ഇതെന്താണെന്നോ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ന്യൂട്രിയൻസും ഓക്സിജനും എല്ലാം പ്ലാസൻറ്റയിലൂടെയാണ് നേരെ ഫീറ്റസിലേക്ക് വരുന്നത്. ഇതൊരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുകയാണ്. പിന്നെ അത് കൂടാതെ ഇതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം അപ്പോൾ ഇതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസൻറ്റയിൽ നിന്ന് ധാരാളം എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നത് പോലെ ധാരാളം ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാസൻറ്റയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഒന്ന്, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. 2, ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ. പിന്നെ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. പിന്നെ അത് കൂടാതെ റിലാക്സിൻ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ കൂടി സെക്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്ലാസൻറ്റയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോർമോൺസാണ് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, പിന്നെ ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ. അതിൽ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ LH ചെയ്യുന്ന അതേപോലെ കോർപ്പസ് LH ചെയ്യുന്ന അതേ റോള് തന്നെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ എന്ന് പറയുമ്പോൾ മമ്മറി ഗ്ലാൻഡിലെ സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടെ നിന്ന് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നെ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, അത് കൂടാതെ റിലാക്സിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാർച്ചുറേഷൻ നടക്കുന്ന ടൈമിൽ വജൈനയുടെ വാൾസിലുള്ള സെല്ലുകളെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഹോർമോണാണ് യഥാർത്ഥത്തിൽ ഈ റിലാക്സിൻ. പാർച്ചുറേഷൻ ടൈമിൽ വജൈനയുടെ വാൾസിലുള്ള സ്മൂത്ത് മസിൽ സെല്ലുകളെ റിലാക്സ് ചെയ്യിപ്പിക്കും ഈ റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ അതിന് എക്സ്പാൻഡിങ് കപ്പാസിറ്റി കൂടുതൽ കിട്ടും. അപ്പോഴാണ് ഈസി ആയിട്ട് പാർച്ചുറേഷൻ നടക്കുന്നത്. ഓക്കെ, പാർച്ചുറേഷൻ മീൻസ് ചൈൽഡ് ബർത്ത്. പിന്നെ മമ്മറി ഗ്ലാൻഡിൽ നിന്ന് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറഞ്ഞ പേര് ലാക്ടേഷൻ എന്ന് പറയും. ഫസ്റ്റ് മമ്മറി ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന മിൽക്കിന് പറഞ്ഞ പേരെന്താ, കൊളോസ്ട്രോ എന്ന് പറയും. ഈ പേരൊന്ന് ഓർമ്മ വെച്ചോണം. ഫസ്റ്റ് മമ്മറി ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിന് പറഞ്ഞ പേരാണ് കൊളോസ്ട്രോ എന്ന് പറയും. അപ്പോൾ മെൻസ്ട്രുവൽ സൈക്കിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കേണ്ട അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കണം. സ്ട്രക്ചർ ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കണം. ആ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വൺ വേർഡ് പോലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കയറി വരും. അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ആരൊക്കെയാണ്? എ പെയർ ഓഫ് ടെസ്റ്റസ്, പിന്നെ മെയിൽ ആക്സസറി ഡക്സ്, മെയിൽ ആക്സസറി ഗ്ലാൻഡ്സ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അതിൽ ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുമ്പോഴത്തേനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സഞ്ചി പോലത്തെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് വരുന്നുണ്ട്. അതിനെ സ്ക്രോട്ടൽ സാക്ക് എന്നാണ് പറയുന്നത് അല്ലേ. അതുപോലെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള ടെസ്റ്റസിനെ ആവരണം ചെയ്ത് വരുന്ന കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഒരു മെംബ്രേനിയസ് കോട്ടിംഗ് ഉണ്ട്. അതിന് വിളിക്കുന്ന പേര് ടൂണിക്ക ആൽബുജീനിയ എന്ന് പറയും. ഓക്കെ, അത് വൺ വേർഡായിട്ട് ചോദിക്കുന്നതാണ്, ഒന്ന് ഓർമ്മ വെച്ചോണം. പിന്നെ ടെസ്റ്റസ് ലൊക്കേറ്റ് ചെയ്യുന്നത് സഞ്ചി പോലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ്ങിലാണ്. അതിനെയാണ് സ്ക്രോട്ടൽ സാക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അപ്പോൾ ടെസ്റ്റസിനകത്തുനിന്ന് മെയിൽ ഗമേറ്റായിട്ടുള്ള സ്പേംസ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ നടക്കത്തില്ല. ആ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് റെഡ്യൂസ് ചെയ്യണം, കുറയണം. എങ്കിലേ ടെസ്റ്റസിനകത്തുനിന്ന് മെയിൽ ഗമേറ്റായിട്ടുള്ള സ്പേംസിൻ്റെ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. ഈ ടെമ്പറേച്ചർ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ
റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതാണ് ആര്? സ്ക്രോട്ടൽ സാക്കാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ക്രോട്ടൽ സാക്കിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഓക്കെ, അപ്പം അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസ് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഫ്രം നോർമൽ ബോഡി ടെമ്പറേച്ചറാണ്. നോർമൽ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രിയാണ്. അതിൽ നിന്ന് 2 തൊട്ട് 2.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യണം, എങ്കിലേ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. അത് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് സ്ക്രോട്ടൽ സാക്കാണ്. ഇനി അത് കൂടാതെ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ഗ്ലാൻഡുകളുണ്ട്. ആ ഗ്ലാൻഡുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അതിൽ നിന്ന് നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ്, മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ഗ്ലാൻഡ്സ് ഉണ്ട്. അതിനെയാണ് മെയിൽ ആക്സസറി ഗ്ലാൻഡ്സ് എന്ന് പറയുക. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് 3 എണ്ണം. 1 സെമിനൽ വെസിക്കിൾസ്, 2 പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, 3 ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്സ്. അതിൽ സെമിനൽ വെസിക്കിൾസ് എന്ന് പറയുമ്പം ഒരു ജോഡിയാണ്, എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾസ് ആണ്. അതിൽ നിന്നുള്ള സെക്രീഷനാണ്, ആ ഗ്ലാൻഡിൽ നിന്നുള്ള സെക്രീഷനാണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയും. ഓക്കെ, അതിനകത്ത് ഫ്രക്ടോസ്, കാൽസ്യം സിട്രേറ്റ്, അയണോസിറ്റോൾ, സർട്ടൻ എൻസൈംസ് ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. അതിനകത്തിൽ ഈ ഫ്രക്ടോസാണ് സ്പേമിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി സപ്ലൈ കൊടുക്കുന്നത് ഈ ഫ്രക്ടോസാണ്. ഓക്കെ, അപ്പം സെമിനൽ വെസിക്കിൾസിൽ നിന്നുള്ള സെക്രീഷന് പറഞ്ഞ പേര് സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻസ് എന്തൊക്കെയാണ് അത് ജസ്റ്റ് ഒന്ന് ഓർത്തോണം. അടുത്തത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന്, ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്ന് ഒരു മിൽക്കി ആൽക്കലൈൻ ഫ്ലൂയിഡാണ് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. അത് സ്പേമിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ധാരാളം കമ്പോണൻസ് അടങ്ങിയിരിക്കുന്ന ഒരു മിൽക്കി ആൽക്കലൈൻ ഫ്ലൂയിഡാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നത്. അതിനെയാണ് പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ് എന്ന് പറയും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ബൾബോ യൂറിത്ര ഗ്ലാൻഡ്സ്. ഇതിനകത്തുനിന്ന് കളർലെസ് ആയിട്ടുള്ള സ്റ്റിക്കി നേച്ചറോട് കൂടിയ മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു സെക്രീഷനാണ്, ദ്രാവകമാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതും സ്പേമിനെ വളരെയധികം ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? സെക്രീഷനാണ്. ഓക്കെ, അത് മ്യൂക്കസ് എന്ന് പറയുന്നത് ബൾബോ യൂറിത്ര ഗ്ലാൻഡ്സ്. അപ്പോൾ ഈ 3 ഗ്ലാൻഡിൽ നിന്നുള്ള സെക്രീഷനും ടെസ്റ്റസിൽ നിന്നുണ്ടാകുന്ന സ്പേംസും എല്ലാം കൂടെ ഒന്നിച്ച് കൂടിച്ചേർന്ന് ഒരു സൊല്യൂഷൻ പോലാണ് വെളിയിലോട്ട് വരുന്നത്. അതിനെയാണ് സെമൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഈ മെയിൽ ആക്സസറി ഗ്ലാൻഡ്സ് ഒന്ന് ഓർമ്മ വെച്ചോണം. അതിൽ നിന്ന് നമുക്ക് വൺ വേർഡ് പോലുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതിൽ നിന്ന് അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കയറി വരുന്നതല്ല. പക്ഷേ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും വൺ വേർഡ് പോലുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്തുനിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുമ്പം. ഒന്നുകൂടെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഒന്ന്, ഫസ്റ്റ് വൺ സ്പെർമാറ്റോജെനിസിസ്, പിന്നെ ഊജെനിസിസ്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എംബ്രിയോ ഡെവലപ്മെൻറ്റ്, പിന്നെ എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ ആ ഫ്ലോ ചാർട്ട്, പിന്നെ സ്ട്രക്ചർ ഓഫ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, പിന്നെ മെൻസ്ട്രുവൽ സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഇപ്പം മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നോക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ്. അതിൽ സ്പെർമാറ്റോജെനിസിസ്, ഊജെനിസിസ്, മെൻസ്ട്രുവൽ സൈക്കിൾ, ഇത് 3ഉം ഷോർട്ടസ്റ്റ് പോലെ പഠിച്ചോണം. ഇതിനകത്ത് സ്പെർമാറ്റോജെനിസിസ്, ഊജെനിസിസ് ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് വരുന്നതാണ്. മെൻസ്ട്രുവൽ സൈക്കിളിൽ നിന്ന് കൂടുതലും വൺ വേർഡ് പോലുള്ള ക്വസ്റ്റ്യനാണ് പ്രതീക്ഷിക്കാവുന്നത്. ചിലപ്പം അത് അതിനകത്തിലെ ആ 4 സ്റ്റേജുകൾ ഓരോ സെൻറ്റൻസായിട്ട് 1-2 സെൻറ്റൻസ് വെച്ച് ഷോർട്ടസ്റ്റ് പോലെ എഴുതാൻ തയ്യാറാക്കിയൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ.